നമസ്കാരം. ഒരു പ്രശ്നം ഉണ്ടായതോടുകൂടി മെസ്സി ആരാണെന്ന് പോലും ഇപ്പൊ പിണറായി വിജയൻ അറിയാത്ത അവസ്ഥയാണ്. ഞാൻ ആരെയും കണ്ടിട്ടില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഇത് മാത്രം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പുഴുത്തു നാറിയ മെഴുകൽ കേട്ട് മൈക്ക് വരെ അടിച്ചുപോയി. ഏതായാലും ഭാഗ്യത്തിന് മൈക്കിന്റെ പെടലി പിടിച്ചൊടിച്ചില്ല. കേസെടുക്കാനും സാഹചര്യം ഇല്ലല്ലോ. ഏതായാലും ആ പഴയ ധാർഷ്ട്യമൊന്നും ഇപ്പൊ കാണുന്നില്ല കേട്ടോ. നാട്ടുകാരുടെ മരുന്ന് ശരിക്കും ഏറ്റിട്ടുണ്ട്. മൈക്ക് മൂളുന്ന എന്താണെന്ന് മനസ്സിലായില്ലേ മുൻരായാവേ? ഒരു മൂലയ്ക്ക് പോയി ഇരിക്കാറായില്ലേ എന്നാ ചോദിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മൈക്കുമായിട്ടുള്ള ഗുസ്തിയുടെ പേരിൽ ഈ പഹയൻ ഗിന്നസ് ബുക്കിൽ കയറാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതൊക്കെ പോട്ടെ, നമ്മുടെ മെസ്സിയെക്കുറിച്ച് വല്ല വിവരമുണ്ടോ സഖാവേ? മെസ്സി എന്നോ ഫുട്ബോൾ എന്നോ വല്ലതും കേട്ടിട്ടുണ്ടോ? വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു, വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. ഹോ, എന്തൊരു നിഷ്കളങ്കത! വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആര്? നാട്. പാവം പിണറായി വിജയൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. വരുന്നതിനെ സ്വാഗതം ചെയ്തിരുന്നു. ആര്? സർക്കാർ. 126 കോടി എന്നൊരു തുക എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ വിജയ സഖാവേ? മെസ്സി വരും വരും എന്ന് താങ്കളും അന്ന് നല്ല രീതിയിൽ തള്ളിയായിരുന്നല്ലോ. ഇപ്പൊ അതും നാട്ടുകാരുടെ നെഞ്ചത്തായോ? ആഗോള അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പന്റെ പടത്തിനേക്കാളും വലുതായിട്ട് നിന്നത് പിണറായി വിജയന്റെ മോന്ത. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒന്നും ഒറ്റ ഫോട്ടോയും എങ്ങും കണ്ടില്ലേ. മെസ്സി എങ്ങാനും വന്നിരുന്നെങ്കിൽ, വരുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മെസ്സിയുടെ തലയേക്കാൾ വലിപ്പത്തിൽ പിണറായി വിജയന്റെ തല എടുത്തു നിന്നേനെ. തലയെടുപ്പൊക്കെ ഇപ്പൊ പോയി, ഇനി തല എടുപ്പ് നടക്കാതിരുന്നാൽ മതി. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. അതിന് അവരോട് വരാമോ എന്ന് ചോദിച്ച കാര്യം പോലും അവരറിഞ്ഞിട്ടില്ലല്ലോ സഖാവേ. മെസ്സിക്ക് മെസ്സിയുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് വരാൻ പറ്റിയില്ല എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രിക്ക് ആകെ അറിയാൻ സാധിച്ചത് കേട്ടോ. നാട്ടുകാരെല്ലാരും ഈ പറയുന്ന ഡയമണ്ട് വെച്ച നുണകളെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങിക്കോണേ. അന്നത്തെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളെ അധികം ബാധിക്കുന്ന കാര്യമല്ല. മുൻ കായിക മന്ത്രിയുടെ വിശദീകരണത്തെ കുറിച്ച് ഒരക്ഷരം ഇടരുത് കേട്ടോ സഖാവേ. അങ്ങേരുടെ വിശദീകരണവും നാടകവും അഭിനയവും ഒക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെന്താ ഇപ്പൊ പറഞ്ഞേ? ഞങ്ങളെ അധികം ബാധിക്കില്ല എന്ന് അല്ലേ? നിങ്ങളെ ആരെ ബാധിച്ചാലും ബാധിച്ചില്ലെങ്കിലും കൊള്ളാം, പൊതുജനങ്ങളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. 126 കോടി എവിടെ പോയി സഖാവേ? ഞങ്ങളെ അധികം ബാധിക്കില്ല. അല്ല, നിങ്ങളെ എന്തെങ്കിലും ഇതുവരെ ബാധിച്ചിട്ടുണ്ടോ? നാട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളെ ബാധിക്കാറില്ലല്ലോ. അന്നും ബാധിച്ചിട്ടില്ല, ഇപ്പോഴും ബാധിക്കാറില്ലല്ലോ. മോളെ ബാധിക്കുന്ന കാര്യം മാത്രമേ അച്ഛനെ ആകെ ബാധിക്കൂ അല്ലേ? അത് പറഞ്ഞപ്പോഴാ ആ കള്ളപ്പണ ഇടപാട് കേസ് എന്തായി? അത് 2 വാക്യത്തിൽ ചുരുക്കി സംസാരിക്കാൻ കപ്പാസിറ്റി ഉണ്ടോ സഖാവേ? പിന്നെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങളെ അധികം ബാധിക്കില്ല എന്ന് പറഞ്ഞതിൽ ആശ്വാസത്തിൻ്റെ ഒരു ധ്വനി കൂടെ ഉണ്ട്. അങ്ങനെ തോന്നിയില്ല നിങ്ങൾക്ക്? എനിക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ട് എന്നെ ബാധിക്കില്ല എന്ന്. അങ്ങനെ ആണെങ്കിൽ കൊള്ളാം കേട്ടോ. എന്തായാലും വി.ഡി. സതീശനെ വിമർശിക്കാൻ വന്നിരുന്നിട്ട് സ്വയം ന്യായീകരിച്ചു മെഴുകേണ്ട അവസ്ഥ അങ്ങൊന്നിന് വന്നു പോയല്ലോ. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അങ്ങനെ, പ്രതിപക്ഷ നേതാവായപ്പോൾ ഇങ്ങനെ. അടിമകളുടെ മുന്നിൽ മാത്രം ചെലവാകുന്ന പുഴുത്ത് ചീഞ്ഞ ഫലിതങ്ങളുമായിട്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇങ്ങനെ എഴുന്നള്ളണോ ഇടയ്ക്കിടയ്ക്ക്? സ്ഥാനം രാജിവെച്ച് വീട്ടിൽ പോയിരിക്കാൻ ഇനിയും തോന്നുന്നില്ലേ സഖാവേ? കഷ്ടം. അല്ല, കഴിഞ്ഞ വർഷം അങ്ങ് തന്നെയായിരുന്നു മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അങ്ങേക്ക് വല്ല സംശയവുമുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരമാവാം. ഇത്രയും കോടികൾ ചെലവാക്കി നടത്താനിരുന്ന ഒരു പരിപാടി മരംമുറി കേസിലെ പ്രതിയെ ഏൽപ്പിച്ചതിൻ്റെ കാര്യം എന്താ? നിങ്ങൾ തമ്മിൽ എന്തുവാ ഇടപാട്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ കൈകൾ ഡെറ്റോൾ മുക്കി ഉണക്കി എടുത്തിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നല്ലോ മോളുടെ കേസ് വന്നപ്പോൾ പ്രസംഗിച്ചത്. എന്നിട്ട് അവസാനം എന്തായി? കർത്താവായ തുറന്നപ്പോൾ മോളുടെ അച്ഛൻ പെട്ടില്ലേ? ഇതും ഏകദേശം അതുപോലെയൊക്കെ തന്നെ വരും എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ചാനൽ മുതലാളി ഇപ്പോഴും കൈരേഖയും കാണിച്ചുകൊണ്ടിരിക്കുക. എന്ത് അന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചല്ലേ പറയാൻ പറ്റും. അന്നത്തെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളെ അധികം ബാധിക്കുന്ന കാര്യമല്ല. അതല്ലെന്ന്, 10 കൊല്ലം കൊണ്ട് കേരളത്തിന്റെ ഏതൊക്കെ മുക്കും മൂലയും കൊള്ളയടിക്കാമോ അതൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും പഞ്ചറായ ഡയലോഗുകളും അടിച്ചുകൊണ്ട് നടക്കാൻ ഒരു ഉളുപ്പും ഇല്ലല്ലോ എന്നാണ്. ഞങ്ങളെ ഏശില്ല, മടിയിൽ കനമില്ല, മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, പയ്യെ തിന്നാൽ എല്ലും തിന്നാം.
യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഭയങ്കരം തന്നെ കേട്ടോ. വെറുതെ അല്ല പാർട്ടിക്കാർ ഇങ്ങനെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കിയത്. പുള്ളിക്കാരൻ വിചാരിച്ചത് സ്നേഹം കൊണ്ടോ പേടി കൊണ്ടോ ഒക്കെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതാണെന്ന, അല്ലെങ്കിൽ ആരാധന കൊണ്ടൊക്കെ പ്രതിഷ്ഠിച്ചു വെച്ചതാണെന്ന. ഭരണത്തിൽ ഇരുന്നപ്പോൾ താങ്കൾ കാണിച്ചു കൂട്ടിയ തോന്നിയാസങ്ങൾക്കെല്ലാം നാട്ടുകാരോട് മറുപടി പറയാനുള്ള ഒരു അവസരം പ്രസ്ഥാനത്തിലുള്ളവർ തന്നെ പ്ലാൻ ചെയ്ത് തന്നതാ മുൻരായാവേ. മെസ്സിയുടെ കാര്യത്തിൽ മുൻ കായിക മന്ത്രിയെ മാത്രം പഴിചാരിയെങ്കിൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഡച്ച് മോഡലും ന്യൂയോർക്ക് മോഡലും ഒക്കെ കണ്ടു പഠിച്ച് ഇവിടെ എന്തോ എടുത്ത് മറിക്കാനാണെന്ന് പറഞ്ഞ് കോട്ടുമിട്ട് ഇടയ്ക്കിടയ്ക്ക് വിമാനത്തിൽ പറക്കുമ്പോൾ ബാക്കിയുള്ള മന്ത്രിമാർക്കും ഒരാശ വന്നു. കായിക മന്ത്രിക്ക് തോന്നിയത് സ്പെയിനിലേക്ക് പറക്കാനാ. തെറ്റ് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ ഒരു കാര്യമാണ് സഖാവേ, അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വരുമ്പോൾ അവരുടെ കാറ് തല്ലി പൊളിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞേക്കണേ. ആരും തല്ലിപ്പൊളിക്കാൻ ഇപ്രാവശ്യം ഇറങ്ങിത്തിരിക്കാൻ സാധ്യതയില്ല. ഒരനുഭവം കൊണ്ട് അടിമകൾക്കെല്ലാം മതിയായിട്ടിരിക്കുക. എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ അടിമകൾക്കുള്ള കേസ് സ്പെഷ്യൽ രോമാഞ്ചിഫിക്കേഷനുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നാട്ടെ, ഞങ്ങളെ വെറുതെ വിട്ടാട്ടെ.